അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ട്, അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളെ തറവാട് വീടിൻ്റെ മുൻപിലാണ്, മുറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ വീടെന്ന് വെച്ചാൽ നമ്മുടെ തറവാട് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അപ്പോൾ നമ്മൾ തറവാട് വീടിൻ്റെ ഉൾഭാഗം എല്ലാം തുറന്ന് എല്ലാം വിശദമായിട്ട് കാണുന്ന, അതായത് എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് ഉൾപ്പെടുത്തുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അങ്ങനെ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് എത്തി. 2011 ശേഷം ആദ്യമായിട്ട് വീടിൻ്റെ അകത്ത്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ 2026 ആയല്ലോ, അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് ശേഷം ആണ് ആദ്യമായിട്ട് അമ്മ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കാലുകുത്തുന്നത്. പഴയ ആ ഓർമ്മകളും എല്ലാം ഇപ്പോൾ അമ്മേൻ്റെ മനസ്സിലും അതെ, പഴയ ഓർമ്മകളെല്ലാം ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടാവും. കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു കാലം, അങ്ങനെയുള്ള ഓർമ്മകളെല്ലാം ഒരു വല്ലാത്തൊരു ഓർമ്മ അനുഭവം തന്നെയാണ്. ഇപ്പം അമ്മ ഏതായാലും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വീടിൻ്റെ മുൻഭാഗം, നമുക്ക് പൂമുഖം, ഉമ്മറം മുതലേക്കുള്ള കാഴ്ചകളെല്ലാം കാണിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അങ്ങനെ പോവാം. അപ്പോൾ ഇത് 4 കള്ളി ഉള്ളൊരു വാതിലാണ്. ഉമ്മറത്തെ വാതിൽ അങ്ങനത്തെയാണ്. ഇതൊക്കെ വീട്ടിലത്തെ മരങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന്. അത്യാവശ്യം ഒരു വലിപ്പം, അതായത് നല്ല സ്പേസ് ഉണ്ട് ഉമ്മറം. ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ഹാളിൻ്റെ ഒക്കെ ആ ഒരു തരത്തിലുള്ള വലിപ്പം തന്നെ ഉണ്ട്. അന്നേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം സാധാരണ മരം തന്നെയായിരുന്നു മേൽക്കൂരയൊക്കെ. ഇപ്പം ഇത് കമ്പിയിട്ട് നമ്മളിപ്പോൾ ഈ ഇരുമ്പിൻ്റെ ഇതാണ്, പട്ടിയും കഴുക്കോലൊക്കെ. ആദ്യം മരം തന്നെയായിരുന്നു എല്ലാം. ഉമ്മറം ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന, ഇപ്പോൾ നമ്മൾ ഇവിടെ ടെലിവിഷൻ വെച്ചിട്ട് ഞങ്ങൾ TV കണ്ടിരുന്നു, ഇവിടെയൊക്കെ ഇരുന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ഇടയ്ക്ക് അങ്ങനെയും ചെയ്യലുണ്ട്, പക്ഷെ കൂടുതലും അവിടെ ആയിരുന്നു നമ്മൾ നേരെ ഉള്ളിലുള്ള ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇത്രയും ഇതിപ്പോൾ എന്താ വെച്ചാൽ ആദ്യം ഇത് ഇങ്ങനെ ആയിരുന്നില്ല. സാധാരണ പോലെ അടച്ചുറപ്പ് ഇല്ലാതെ സാധാരണ തൂണ്, പിന്നെ മരത്തിൻ്റെ ഇരിക്കുന്നതൊക്കെ മരത്തിൻ്റെ ആയിരുന്നു, തിണ്ണ പോലുള്ള. അതാണ് പിന്നെ ഇങ്ങനെ അടച്ചുറപ്പുള്ള പോലെ കണ്ടില്ല. ഇപ്പം എല്ലാം
ചുമരൊക്കെ തേച്ച് ജനലൊക്കെ വേറെ തന്നെ വെച്ച്, ആദ്യം ജനലും കാര്യങ്ങളൊന്നും ഇല്ല, നേരെ തുറന്ന ഉമ്മറായിരുന്നു. അതാണ്, അതൊക്കെ ഞാനൊക്കെ ഏകദേശം ഒരു ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് 90-ലാണിത് ഈ രൂപത്തിലാക്കിയത്. ഇങ്ങനെയുള്ള അടച്ചുറപ്പും കാര്യങ്ങളും എല്ലാം വന്ന് അങ്ങനെ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പുറത്ത് ഒരു സന്ധ്യയ്ക്കും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. പുറത്തേക്ക് നല്ല ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കയറി വരുന്ന ഈ നേരെ കയറി വന്ന ശേഷമുള്ള ആദ്യത്തെ സ്ഥലം. പിന്നീട് നമുക്ക് നേരെ ഹാള്, പിന്നെ ഉള്ളിലെ റൂമുകൾ കാണാം, പിന്നെ നമുക്ക് മോൾ ഭാഗമുണ്ട്, മേലെ തട്ട്. അങ്ങനെ ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് അങ്ങനെ കണ്ടുപോകാം. ഇനിയിപ്പോൾ ഉമ്മറത്തുനിന്ന് നേരെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളത് ഒരു വലിയ നീളത്തിലുള്ള താഴ്വരാണുള്ളത്. പിന്നെ കടന്നുള്ളത് ഇപ്പൊ കണ്ടോ, നല്ല നീളത്തിലുള്ളതാണ്. ഇതാണ് പിന്നെ അടുത്തത്. ഓടക്കറിന് അത്രയും പഴക്കമുള്ളതാണ്. 1865 ആ ഒരു ഓടിൻ്റെ ഒക്കെ അത്രയും പഴക്കമുള്ള, അങ്ങനെ വീട് അതെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ചെറിയ കിളിവാതിലുകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ ഭാഗത്തെ കാഴ്ചകൾ നമുക്കങ്ങനെ കണ്ടുപോവാം. ആദ്യം തന്നെയുള്ള ഒരു റൂമിൻ്റെ ഭാഗമാണിത്. പിന്നെ ഉള്ളിലേക്ക് കടക്കാനുള്ളതൊക്കെയാണ്. ഒക്കെ പഴയ കാലത്തെ പണികളാണ്. ഈ മരപ്പണികളെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നീടുള്ളൊരു റിപ്പയറേ നടന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഇതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 1990-ലാണ് ഇത് പുതുക്കി പണിതത്. അപ്പോൾ അത് ആ കാലത്ത് നേരത്തെ ഉണ്ടായിരുന്ന പറ്റുന്ന എല്ലാം നിലനിർത്തിയിട്ട് ഉള്ള മാറ്റങ്ങൾ, അതേ ആ ഒരു തനത് ശൈലി തന്നെ നിർത്തിക്കൊണ്ടാണ് ഇതിൽ പുതുക്കി പണിതത്. അത് വലിയ നിർബന്ധമായിരുന്നു അച്ഛന്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പഴയ ഇതെല്ലാം ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പം അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വന്നിട്ട് നേരെ ഇങ്ങനെ നമ്മളെ ഡൈനിങ് ഹാള് എന്നുള്ള രൂപത്തിൽ അന്ന് ഭക്ഷണം കഴിക്കാതിരുന്നിരുന്ന സ്ഥലമാണ്. അപ്പം അമ്മയ്ക്ക് എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും നടന്നു വരാനൊക്കെ ബുദ്ധിമുട്ടല്ല. അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് മാറാലൊക്കെ ഉണ്ട്, അടച്ചിട്ട വീടല്ലേ. അപ്പം അതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കട്ടെ. ഇതിപ്പോ ഞങ്ങൾ അവസാനം പോരുന്ന ആ ഒരു സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന അടുക്കള എന്നുള്ളത് ഇവിടെയായിരുന്നു. അടുക്കളേൻ്റെ ഒരു രൂപമാണിത്. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങൾ ഊണ് കഴിച്ചിരുന്ന സ്ഥലം. ഇതിപ്പോൾ അടുക്കളയല്ല, അടുക്കള കഴിഞ്ഞ് നമുക്കൊരു ഡൈനിങ് ടേബിള് ഇവിടെ ഇട്ടിരുന്നത് അല്ലേ, നമ്മളെ ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലം. അതാണ് ഇപ്പൊ പിന്നെ ഞങ്ങൾ തൽക്കാലത്തിന് ഇപ്പൊ നമ്മളിവിടെ പുറകില് ഇപ്പൊ ഇതിനോട് ചാരി തന്നെ അവിടെയായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ മേശയൊക്കെ വെച്ചിട്ട് ഗ്യാസ് അടുപ്പൊക്കെ വന്ന ആ ഒരു കാലത്ത് ആദ്യം ഈ ഇതില്ല, നമ്മളെ സാധാരണ അടുപ്പുണ്ടല്ലോ വിറകടുപ്പ്, അത് അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ പിന്നെ കൊണ്ടുവന്നൊക്കെ വെച്ച് കഴിക്കൽ മാത്രം. ഇത് ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്ത് ചെറുതായിട്ട് അടുപ്പ് കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. പുറത്താണ്. പിന്നെ 5-ാം വര എന്ന് പറഞ്ഞാലും പുറത്താണ്. അതൊക്കെ നമുക്ക് പുറത്ത്. ഈ ഒരു വീടിന്റെ ഉള്ളിലുള്ള ഭാഗം ഇപ്പൊ ഇതാണ് കണ്ടത്. നമ്മൾ ഇവിടെ അടുക്കള, നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ വന്ന ശേഷം പിന്നെ ഒരു മേശ വെച്ചിട്ടുള്ള അടുക്കള. പിന്നെ ഇവിടെ ഞങ്ങൾ കഴിച്ചിരുന്ന സ്ഥലം. താഴ്വാരത്തിന്റെ നമുക്കൊരു മധ്യഭാഗത്ത് നടുഭാഗത്തായിട്ട് തന്നെ ഒരു വാതിലുണ്ട് പുറത്തേക്ക്. അതാണിപ്പോൾ ഇതൊക്കെ 90-കളിൽ ഉണ്ടാക്കിയ വാതിലാണ്. ഈ വാതിലൊക്കെ പുറത്തേക്കുള്ള ഈ വാതിലൊക്കെ പുതിയതായിട്ട് അന്ന് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ വീട്ടിലുള്ള മരം തന്നെ ഉപയോഗിച്ച് അന്നത്തെ കാലത്തെ ഒരു ഫാഷനാണ് ഇത്, ഇങ്ങനെ ഡിസൈനൊക്കെ വാതിലിൻ്റെ ആ ഒരു മുൻഭാഗത്ത് ഇങ്ങനെ ചതുരത്തിലുള്ളത്. അത് മിഷ്യൻ രൂപത്തിൽ അന്ന് കടഞ്ഞ് ഉണ്ടാക്കിച്ചതാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് പുതുക്കളുടെ പണികൾ വന്ന സമയത്ത് എടുത്താണ് ആ വാതിലൊക്കെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മൾ ഒരു റൂമാണ്, അതായത് വടക്കേ ഭാഗത്തുള്ള റൂമാണ്. വടക്കേ മുറി എന്നാണ് ഇതിന് ഞങ്ങൾ പറഞ്ഞിരുന്നത്. വടക്കേ മുറിയാണിത്. അതിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ പഴയ കാലത്തെ ഓവ് കണ്ടില്ലേ, അതാണിത്. പിന്നെ കുറച്ച് പഴയ മരങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് പിന്നെ എല്ലാം ഇവിടെ വെച്ചതാണ്. അതൊക്കെ എടുത്തു വെച്ചാണ് ഇപ്പോൾ ഇവിടെ. ഈ അലമാര ആണ്. ഇതിപ്പോൾ അമ്മ ഉപയോഗിച്ചിരുന്ന അലമാരയായിരുന്നു.
ഇതൊക്കെ നല്ല പഴയ മരം കൊണ്ട് ഉണ്ടാക്കിയ അലമാരയാണ്, പഴയ കാലത്തെ അലമാരകളാണ്. അമ്മേന്റെ തുണികള് കാര്യങ്ങൾ എല്ലാം ഉപയോഗിച്ച് പിന്നെ സൂക്ഷിച്ചു വെച്ചിരുന്ന അലമാരയാണിത്. ഇപ്പൊ കാണുന്നതാണ് നമ്മൾ വടക്കേ മുറി, അതിന്റെ ഉൾഭാഗം. ഇപ്പൊ നമ്മൾ നേരെ വന്ന് മച്ചിന്റെ അവിടേക്ക് എത്തി. അതായത് നമ്മള് തെക്കേ മുറിന്റെ അവിടുന്ന് ആണ് ആദ്യം കാണുന്ന തെക്കേ മുറിന്റെ ഭാഗത്തു നിന്നാണ് കയറുന്നതാണ് മച്ചിന്റെ ഭാഗത്തേക്ക്. മുകളിലേക്കൊക്കെ കയറുന്നത് ഈ തെക്കേ മുറിന്റെ അവിടുന്ന് അങ്ങനെ കടന്നിട്ടാണ്. ഇപ്പോൾ മച്ചിന്റെ ഉൾഭാഗം കണ്ടില്ല, എല്ലാം മരത്തിന്റെ തട്ടാണ്. പിന്നെ പഴയതൊക്കെ ഇപ്പൊ ഒന്നും ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ. പണ്ട് കാലത്ത് ഞങ്ങള് മച്ചിന്റെ വെച്ചാൽ കണ്ടില്ലേ, വാതിലിന്റെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഇവിടെ ഇത് ആണ് തെക്കേ മുറി എന്ന് പറയുന്നത്. ഇതാണ് തെക്കേ മുറി ഇപ്പൊ കാണുന്നത്. അപ്പൊ മച്ച് തൊട്ടപ്പുറത്തുണ്ട്. തെക്കേ മുറിന്റെ എല്ലാം തട്ടിട്ട റൂം തന്നെയാണ്. അവിടെയും ജനവാതിലുകൾ ഉണ്ട്, ചെറിയ ജനവാതിലുകൾ. ആ കാലത്ത് അങ്ങനത്തെ ജനവാതിലുകളാണ് ഉണ്ടാവുക. പിന്നെ വാതിലുകളൊക്കെ കണ്ടില്ല, ഇതൊക്കെ ആദ്യകാലത്തെ ആ ഒരു വാതിലുകൾ തന്നെയാണ്. ഇതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ചെറിയ നമ്മൾ അന്നത്തെ കാലത്തൊക്കെ വാർണിഷ് ഒക്കെ അടിക്കാന്ന് പറയില്ല, അപ്പൊ അതൊക്കെ ചെയ്തു എന്നല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇത് തെക്കേ മുറിന്ന് നേരെ ഒരു ചെറിയൊരു കിളി വാതില് റോഡിലേക്ക് കാണാം, ഉമ്മറത്തെ ആ വാതില് തുറന്നിട്ട് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണിത്. ഇവിടെ ഒരു പുറത്തേക്കൊരു വാതിലുണ്ട്, അതായത് ജനവാതിലുണ്ട്. ഒക്കെ മരത്തിന്റെ തന്നെയാണ്. പിന്നെ പഴയ കാലത്തെ കണ്ടില്ലേ താഴുകളൊക്കെ ഇട്ട് പൂട്ടുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് പിന്നെ ഈ മുറിയിൽ നിന്ന് നേരെ പുറത്തേക്ക് വന്നതിന് ഇവിടെയാണ് ഇപ്പൊ നമ്മളൊരു മച്ചിന്റെ, അതായത് തെക്കേ മുറി കടന്ന് കയറുന്ന ഭാഗമാണ് താഴെടുത്തുനിന്ന്. അവിടെ ചെറിയൊരു ഹാള് പോലെ ചെറുതൊരിതുണ്ട്. ഇപ്പൊ ഇത് കണ്ടോ, മച്ചിന്റെ ഉള്ളാണിത്. മച്ചിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് വേറൊരു ഈ പഴയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന അന്നത്തെ കാലത്തെ ഒരു ഇതാണിത്. ഇതിന് കുട്ടിപ്പത്ത എന്നാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നത് വീട്ടില്. അപ്പൊ മച്ചിലാണ് നമ്മൾ നിറപുത്തരി അതൊക്കെ നടക്കുന്ന സമയത്ത് ഈ മച്ചില് നമ്മള് അരിമാവ് കൊണ്ടൊക്കെ അണിയുമല്ലോ, അങ്ങനെ അണിഞ്ഞിട്ടുള്ളത്. അതുപോലെ പൂജകളൊക്കെ നടക്കുന്ന മച്ചിലായിരുന്നു. അതാണ് ഈ മച്ച്, മരത്തിൻ്റെതാണ് ചുമരൊക്കെ മച്ചിന്റെ മുൻഭാഗത്ത്. പിന്നെ മച്ചിന്റെ ഈ ഒരു സൈഡിൽ ആയിട്ട് കണ്ടില്ലേ കോണി, മരത്തിന്റെ കോണി ഉണ്ട്. ഇത് നമുക്ക് ഇനി മുകളിലേക്ക് കയറാനുള്ളതാണ്. മച്ചിന്റെ ഒരു സൈഡിലായിട്ട് അങ്ങനെയാണ് കയറി പോവുക. അങ്ങനെ നമ്മൾ മോൾ ഭാഗത്ത്, അപ്പോൾ അത് മുകളിൽ ഒരു ഹാളും ഒരു റൂമും ആണുള്ളത്. നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പൊ മുകളിൽ നിന്ന് കണ്ടോ നല്ല കാഴ്ചയാണ്. പഴയ കാലത്തെ നല്ല മരങ്ങളാണ് ഈ മേൽഭാഗത്തൊക്കെ. ഇത് മരം തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതാ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, അതായത് മുകളിലെ ഹാളിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് ഉള്ള അരവാതിൽ. പണ്ട് കാലത്ത് ഇങ്ങനെയാണ്, ഒരു മുഴുവനായിട്ടല്ല, ഒരു അരവാതിലായിട്ടുണ്ടാവും. അത് തുറന്നിടാൻ നല്ല കാറ്റ് കിട്ടും. പിന്നെ ഇത് തട്ടുംപുറാണ്, അതായത് നമ്മൾ ഈ ഹാളിന്റെ നേരെ അടുത്തുള്ള റൂമിന്റെ നേരെ മുകൾ ഭാഗമാണിത്. മുകളിലുള്ള ഇത് തട്ടുംപുറം. ഇവിടെയൊക്കെ പഴയ സാധനങ്ങൾ, അതുപോലെ തേങ്ങ, അതൊക്കെയാണ് അന്നത്തെ കാലത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ പലതരത്തിലുള്ള ആ കാലത്തെ ഒക്കെ വലിയ വലിയ മരങ്ങളാണ്. അതിലൊക്കെ മുകൾ ഭാഗത്ത് ഉത്തരം, അതുപോലെ കഴുക്കോലൊക്കെ. പിന്നെ മുറിന്റെ ഉള്ളിലാണ്. ഇവിടെ ഒരു ഓവുണ്ട്. ഇത് മുകളിലുള്ള ചെറിയ ഒരു അത്യാവശ്യം വലുപ്പമുള്ള തന്നെയാണ് ഒരു റൂം. ഇതൊക്കെ ഞാൻ തൂക്കിയതാണ് ഇപ്പൊ ഈ ഒരു കർട്ടൻ ജനലിന്റെ. അതൊന്ന് പിന്നെ മാറ്റിയിട്ടില്ല. അവിടുന്ന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഉള്ള നല്ല ഒരു മനോഹരമായ കാഴ്ച. നമ്മള് മുകൾ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്. മോള് നേരെ ഒരു തട്ടുമ്പുറുണ്ട്. ഇപ്പോൾ ഈ ഒരു റൂം, ഇപ്പൊ ഈ മുകളിലുള്ള ഈ ഒരു ചെറിയ റൂം, ഇതിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്. എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ഇവിടെ ഞങ്ങൾ താമസിച്ച അത്രയും കാലത്ത് ഞാൻ എൻ്റെ റൂം ഇതായിരുന്നു, മുകളിലെ റൂമായിരുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ മുകളിൽ തന്നെയാണ്, മുകൾ ഭാഗത്തുള്ള ആ ഒരു കാഴ്ചകളിനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് ഒരുപാട് വെച്ചാൽ ഈ ഒരു പറമ്പിൽ തന്നെ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ മരങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പണികളൊക്കെ പലതും ചെയ്തിട്ടുള്ളതാണ് പണ്ട് കാലത്ത് പറഞ്ഞു കേട്ട ഒരു അറിവുള്ളത്. ഇനിയിപ്പോ നമുക്ക് താഴേക്ക് പോയിട്ട് നമുക്ക് താഴെയുള്ള ആ ഒരു വിശേഷങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഇപ്പോൾ ഞങ്ങള്
പിന്നെ ടി വി ഒക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു നമ്മളിപ്പോൾ ഇത്രയും ദൂരം കണ്ടില്ല, ഒരു ചെറിയൊരു ഒരു മിനി തിയേറ്റർ, അതിൻ്റെ ഒരു അത്ര നീളമുണ്ട് ഇത്. അപ്പോൾ മുമ്പൊക്കെ ഫുട്ബോൾ മത്സരങ്ങൾ അങ്ങനെയുള്ളത്, അതുപോലെ ഈ ടെലിവിഷനൊക്കെ വന്ന കാലത്ത് ഒക്കെ ഇവിടെ ഇരുന്ന് നമ്മൾ ടി വി കണ്ടിരുന്നു. ടി വി ആ മൂലക്കിൽ അവിടെയാണ് വെച്ചിരുന്നത്. പിന്നെ ഒക്കെ പുറത്ത് ഞങ്ങൾ ഉമ്മറെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരുന്നു. പക്ഷെ ഇവിടെയാണ് കൂടുതൽ ഞങ്ങൾ ടെലിവിഷൻ കണ്ടിരുന്നത്. അത്രയും നീളം കണ്ടില്ല ഇതിൻ്റെ, അത്രയും നീണ്ടൊരു ഹാള്, അത്രയും വലുപ്പത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹാള് ഉള്ളത്. ഹാളിൻ്റെ ഈ രണ്ട് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ റൂം കണ്ടത്. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മളിവിടെ ആദ്യം കാണുന്നതായിരുന്നു ഞങ്ങൾ അത് തെക്കേ ഭാഗമാണ്. അപ്പോൾ തെക്കേ മുറിയായിരുന്നു അത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്, പിന്നെ നമ്മൾ ഈ പുറത്തേക്കുള്ള ഈ ഒരു വാതിൽ തുറക്കുന്നതിൻ്റെ ഈ നേരെ കാണുന്ന ഇത് ആയിരുന്നു വടക്കേ മുറി. ഇപ്പോൾ അമ്മയൊക്കെ കിടന്നിരുന്നത്, അമ്മ അച്ഛൻ്റെ പെങ്ങളൊക്കെ കിടന്നിരുന്നത് ഇവിടെയായിരുന്നു, വടക്കേ മുറിയിൽ. ആദ്യമൊക്കെ തെക്കേ മുറിയിൽ കിടന്നിരുന്നു. പിന്നെ അങ്ങ് തെക്കേ മുറിയിൽ ഇപ്പോൾ ജ്യേഷ്ഠൻ അവരൊക്കെ അവിടെ കിടന്നിരുന്നു. ഞാൻ പിന്നെ മുകളിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ഒരു ഞങ്ങളൊക്കെ താമസിച്ചിരുന്ന സമയത്തുള്ള ഒരു ഇത്. ഇപ്പോൾ ഈ ഒരു റൂം ചെറിയ റൂമാണ്, പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം തട്ടിട്ടുള്ള അങ്ങനത്തെ റൂം, നല്ല ഒരു തണുപ്പാണ്, പിന്നെ ഓടല്ലേ. ഇപ്പൊ താഴെയുള്ള വടക്കേ താഴ്വാരം, വടക്കു ഭാഗത്താണ് ഈ താഴ്വാരത്തിന്റെ ഈ ഒരു ഭാഗം നിൽക്കുന്നത്. ഇപ്പൊ ഉള്ള പഴയ മേശയാണ്, ഇതൊക്കെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന മേശയാണ്. ഒക്കെ പഴയ കാലത്തെ മരങ്ങൾ കൊണ്ടുള്ള മേശകള്. ഇത് വടക്കേ മുറിന്റെ നേരെ മുൻഭാഗത്തായിട്ടുള്ള വാതിലാണ്, നമ്മൾ നേരത്തെ കണ്ട വാതിൽ, ആ ഒരു ചിത്രപ്പണികളിലൊക്കെ ആ ഒരു വാതില്. നേരെ പുറത്തേക്ക് നോക്കിയാൽ വിശാലമായിട്ട് നമ്മളെ പന്തലൂർ ഭഗവതി ക്ഷേത്രം കാണാം. എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ക്ഷേത്രത്തിക്ക് നല്ല ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ വീടിന്റെ മുറ്റും അതെ, വളരെ വിശാലമായ മുറ്റാണ്. എന്താ വെച്ചാൽ ഈ ഒരു പന്തലൂർ ഗ്രാമത്തിലെ വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു വീട് കൂടിയാണിത്. കാരണം അത്രയും പഴക്കമുള്ള വീടാണ്, ഒരുപാട് തലമുറകൾ ജീവിച്ച് പോന്ന ഒരു വീട് കൂടിയാണ്. ഞങ്ങളാണ് അവസാനമായിട്ട് ഇവിടെ താമസിച്ചത്. അപ്പൊ അതിൻ്റെയൊക്കെ മുമ്പ് എത്രയോ തലമുറ താമസിച്ച ഒരു വീട് കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ ഈ ഭാഗങ്ങൾ എല്ലാം കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് കിണറുണ്ട്. കിണർ ഇങ്ങനെ പോകണം, അത്രയും ദൂരമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇവിടെ നമുക്ക് കിണർ കാണാം. അപ്പോൾ ഒരുപാട് ദൂരത്തായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കിണർ കാണുന്നത്. അത്രയും ദൂരമുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ വെള്ളം കോരാനൊക്കെ അത്രയും ദൂരത്തേക്കാണ് വന്നിരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഇങ്ങനെയാണ് എന്നാണ് പൊതുവെ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കിണറിന്റെ ഈ വീടിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഇത് അടുക്കള കിണറായിരുന്നു ഇത്ര ഒരു കാലത്ത്. അപ്പൊ അത് പിന്നീട്, അതായത് അപ്പൊ അത്ര വരെ വീടുണ്ടായിരുന്നു, വീടിന്റെ അടുക്കള ഇവിടെ ഈ ഒരു കിണറിനോട് ചാരിയായിരുന്നു എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ അത് പിന്നീടൊക്കെ പൊളിച്ച് അങ്ങനെ വന്നു എന്നുള്ളതാണ് പഴയ കാലത്തൊക്കെ ഉള്ള ആ ഒരു വയസ്സായ ആളുകളിൽ നിന്നൊക്കെ നമ്മൾ അറിയണത്. അതായത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള പഴയ തലമുറയിലുള്ള ഒരു പറഞ്ഞു കേട്ട അറിവാണ് ഇപ്പത്. പിന്നെ അതാ നേരെ കിണറിനോട് ചാരി തന്നെ ഒരു പ്ലാവുണ്ട്. ഈ പ്ലാവുമ്പിലൊക്കെ ഞാനൊക്കെ ഇവിടെ ഉള്ള സമയത്ത് വെച്ചാൽ ഇതുമ്മിൽ കയറി ചക്ക ഇടുന്നൊരു സ്ഥിരം ഞാനായിരുന്നു ഇത്, ചക്കയൊക്കെ ഇട്ടിരുന്നത്. ഈ ഒരു കിണറിന്റെ ഒക്കെ അടുത്തായിട്ട്, ഈ പ്ലാവിന്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു കട, അപ്പൊ നമുക്കവിടെ കണ്ടുവല്ലോ, ആദ്യം തുടക്കത്തിലും കണ്ടു. അപ്പൊ ആ ഒരു ചെറിയ കട അവിടെ സൈഡിൽ കണ്ടില്ല, അത് എന്റെ ജ്യേഷ്ഠൻ തുടങ്ങിയ ഒരു കടയായിരുന്നു അന്നത്തെ കാലത്ത്, ഇവിടെയൊക്കെ താമസിച്ചിരുന്ന കാലത്ത്. ഇപ്പൊ പിന്നെ അതൊക്കെ ഒഴിവാക്കി മറ്റ് ആളുകൾക്കൊക്കെ അങ്ങനെ കൈമാറിപ്പോയി. ഇപ്പോൾ അവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്, അത് എന്റെ ജ്യേഷ്ഠൻ തുടങ്ങിയിരുന്നു അവിടെ ആദ്യം, ഒരു പലചരക്ക് കടയൊക്കെ ആയിട്ട്. പിന്നെ ആവശ്യത്തിന് എല്ലാ മരങ്ങളും ഉണ്ട് ഈ ഒരു പറമ്പില്. അതായത് എല്ലാം ഇപ്പോൾ മുമ്പ് നമ്മൾ പഴയ ഇതിൽ അമ്മയൊക്കെ പറഞ്ഞിരുന്ന പോലെ പറമ്പിൽ തന്നെ എല്ലാം കിട്ടും, പച്ചക്കറികളും എല്ലാം ഉണ്ടാക്കിയിരുന്നു അന്നത്തെ ഒരു കാലത്തും. ഇപ്പോൾ ഈ കാണുന്നതാ ഇവിടെ ഈ ഭാഗത്തായിരുന്നു പണ്ടത്തെ 5-ാം പെര. അതായത് നമ്മളെ അടുക്കള, ഞങ്ങൾ അടുക്കള ഇവിടെ ആയിരുന്നു, പുറത്ത്. ഉള്ളിലെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മൾ ഒക്കെ കാണിച്ചൊക്കെ പറഞ്ഞല്ലോ. ഈ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ നമ്മളെ ഇതാ ഈ ഭാഗത്തായിട്ട്. ഇപ്പോൾ മുൻവശത്തും അതേ ഇവിടെ നമുക്ക് വെച്ചാൽ റോഡ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നേരെ ഇപ്പോൾ ഈ
ഇതിൽ റോഡ് ഇതിൽ നേരെ പോകുന്നുണ്ട്. പിന്നെ നേരെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു മുൻവശത്ത് ആ വഴി അങ്ങനെ നേരെ പന്തല്ലൂർ ടൗണിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇത് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിന് നേരെ പോയി ചെന്നെത്തും. ഇപ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത്, അതായത് ഉമ്മറ ഭാഗത്തിൻ്റെ നമ്മൾ തെക്കേ ഭാഗമാണിത്. ഉമ്മറത്തിൻ്റെ തെക്കേ ഭാഗം. പുറത്തേക്കുള്ള ആ ഒരു ജനലുകൾ, നമ്മൾ ഉള്ളിൽ നിന്ന് കണ്ട ആ ഒരു ജനലുകളാണിത്. ആ ചെറിയത് മച്ചിൻ്റെ, അതായത് ഉള്ളിലുള്ള കിളിവാതിലാണ് അത്. ആദ്യം മോൾ ഭാഗത്തൊക്കെ ജനലുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ അരവാതിൽ എന്ന് പറഞ്ഞ് ഉള്ളിൽ നിന്ന് കണ്ടത്. പുറത്തേക്ക് കണ്ടോ, പടിഞ്ഞാറ് ഭാഗത്തേക്ക്, വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്, ആ ഭാഗത്തേക്കുള്ളതാണിത്. പഴയ ഓവ്. ഇത് മോൾ ഭാഗത്തെ ചെറിയ മുറിന്റെ ഉള്ളിൽ നിന്ന് ഉള്ള ഓവ്. ഇതിപ്പോ നമ്മൾ വടക്കേ മുറിന്റെ പുറം ഭാഗമാണ്, പുറം ഭാഗത്തുള്ള ജനല്. നമ്മൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗം, ആ ഭാഗമാണ് കാണുന്നത്. അതാണ് പുറകു വശം. അപ്പൊ ഇവിടെയാണ് അടുക്കളേന്റെ, അതായത് ഞങ്ങൾ സാധാരണ അടുപ്പ്, നമ്മൾ വിറകടുപ്പൊക്കെ കൂട്ടിയിരുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു അടുപ്പ്. വേനൽക്കാലത്താണ് ഇത് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അമ്മി ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് വേനൽക്കാലത്ത് മാത്രം ഉപയോഗിക്കുന്നത്. ഗ്യാസൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ ഉൾഭാഗത്തായിരുന്നു നേരത്തെ കണ്ടേ. ഇത് പുറത്തേക്കുള്ള, അതായത് വടക്കേ മുറിയിൽ നിന്നുള്ള ആ ഒരു ഓവാണ് പുറത്തേക്ക്. പിന്നെ ഇത് പടിഞ്ഞാറ് ഭാഗമാണ്, വീടിന്റെ പുറകു വശം. ഇവിടെയായിരുന്നു ആദ്യം ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ പിന്നെ പൊളിഞ്ഞു പോയി. അതാണ് പടിഞ്ഞാറ് ഭാഗം. ഈ പടിഞ്ഞാറ് ഭാഗമൊക്കെ വരുന്ന അതാ അവിടെയാണ്. ഈ ഒരു ചെടി, പുല്ലാനിച്ചെടി, ഇവിടെ ഈ ഒരു പറമ്പിൽ ധാരാളം ഉണ്ട്, പല ഭാഗത്തായിട്ട്. ഇത് ഇപ്പൊ നമ്മൾ വീടിന്റെ ആ ഒരു വടക്ക് ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതിപ്പോ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയാം ഈ ഭാഗം. പിന്നെ ഇത് നമ്മൾ താഴേരത്തിന്റെ ആ ഒരു അടുക്കള ഭാഗം, നമ്മൾ ഡൈനിങ് ഹാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഇരുന്ന സ്ഥലമല്ലേ, അമ്മ ഇരുന്നിരുന്ന ആ ഭാഗത്തിന്റെ അവിടുന്ന് പുറത്തേക്കുള്ളൊരു വാതിലാണ്. അവിടെ ഒരു വാതിലുണ്ട്. താഴേരത്ത് തന്നെ 2 വാതിലാണ് ഉള്ളത്. അത് അത്രയും നീളമുള്ളൊരു താഴ്വരാണല്ലോ, അപ്പൊ അതുകൊണ്ട് അത്രയും 2 വാതിൽ വേണം പുറത്തേക്ക്. പിന്നെ ഇറക്കൊലായ എന്ന് പറഞ്ഞ് കണ്ടില്ലേ, വീടിൻ്റെ ആ ഒരു താഴെയൊക്കെ കാവിട്ട്, എല്ലാം കാവിയാണ്, എല്ലാം കാവിയാണ്. കാവി അരച്ച് തേച്ചതാണ്. 90കളിൽ കാവി അതൊക്കെ എല്ലാം തേച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പൊക്കെ ചാണകം തളിച്ച നിലയായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ പറ്റ കുട്ടികളാവുന്ന കാലത്തൊക്കെ, ഞാനൊക്കെ. ഇപ്പോൾ മോൾ ഭാഗം കണ്ടില്ലേ, അവിടെയൊക്കെ ആ ജനല് പുറത്തേക്ക് ഉണ്ട്. നല്ലൊരു കാഴ്ചയുണ്ട്, അതുപോലെ നല്ല കാറ്റും കിട്ടും. വേനൽക്കാലത്തൊക്കെ നല്ല സുഖമാണ് കിടക്കാനൊക്കെ. ഇതാ പുറത്തെ ഭാഗത്തേക്കുള്ള വാതില്. നല്ല വേനൽക്കാലത്തൊക്കെ ഞങ്ങൾ സാധാരണ നിലത്തന്നെ കിടക്കും, അല്ലെങ്കിൽ പുല്ലുവായ ഇട്ടിട്ട്. ഈ ഭാഗം കണ്ടില്ലേ, ഇവിടെ പുറത്ത് നമ്മൾ അടച്ചുറപ്പ് ആക്കിയത് ഈ ഒരു ഭാഗം. ഇതാണ് ഇപ്പോൾ ശരിക്കും ഉമ്മറത്തിൻ്റെ പുറം ഭാഗം. മുറ്റത്ത് തന്നെയുള്ള ഒരു മരത്തിൽ കണ്ടില്ലേ, പൊത്തില് ചെറിയൊരു കിളി. അപ്പൊ ഞാൻ ആ നിൽക്കുന്ന സമയത്താണ് കിളീനെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കൂടി കണ്ടു അവിടെ. അപ്പൊ കിളി ഏതായാലും അവിടെ സുരക്ഷിതമായിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ. നമുക്ക് മറ്റു കാഴ്ചകളൊക്കെ ഏതായാലും കാണാം.
ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.